സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ കണ്ട. രാവിലെ തന്നെ ചണ്ട തന്നെയാണ്. പക്ഷെ എനിക്ക് കണ്ടതിലൊന്ന് പറയണമെന്ന് തോന്നിയ കാര്യം ഷാനവാസിന്റെ ആ മാറ്റമാണ്. ആക്ച്വലി ഷാനവാസ് ഇത് വേറെ ആരോട് പോയിരുന്നു പറഞ്ഞാലും ഒന്നും തോന്നത്തില്ലായിരുന്നു. പക്ഷെ ജിസേലിൻ്റെ അടുത്ത് ഭയങ്കര മോശമായി പോയി എന്നേ ഉള്ളൂ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോള് ഷാനവാസിൻ്റോട് റെസ്പെക്റ്റോടെ പെരുമാറിയില്ല. അല്ലെങ്കിൽ ഷാനവാസ് അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞപ്പോൾ അനുമോള് തിരിഞ്ഞു നോക്കിയില്ല. ട്രബിളിലായ കാരണം അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞതാണ്. ആ സപ്പോർട്ട് പറഞ്ഞതിനെ കൺസേൺ ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അക്ബറുമായിട്ട് അടിയുണ്ടാകുന്നു. അക്ബർ അവനെ അടിക്കാൻ കയറുന്നു. മോശ വർത്താനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇതിനെ തുടർന്ന് ബിഗ് ബോസ് വിളിക്കുന്നു. ബിഗ് ബോസ് ഷൗട്ട് ചെയ്യുന്നു. ഈ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന അയാൾക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ് ടോക്കുമായിട്ട് അനുമോൾ വന്നിട്ടില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അനു എന്ന കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അതിൽ സഹായിക്കാൻ വന്ന ഷാനവാസിനോട് തീർച്ചയായിട്ടും അനുമോൾക്ക് ഒരു കടപ്പാട് നന്ദിയൊക്കെ ഉണ്ടാകും. പക്ഷേ അത് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അനുമോൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു അവസരം പോലുമില്ല. കാരണം അത്രയ്ക്ക് ആ കുട്ടി മെന്റൽ തെറോമയിൽ കൂടെ പാസ് ത്രൂ ആവുന്ന ഒരു പെണ്ണാണ്. ഒരാളാണോ പിന്തുടർന്ന് അപ്പാനിയൊക്കെ ചെയ്തത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എന്തോരം ശല്യമാണ് അപ്പോൾ പെൺകുട്ടിനെ ചെയ്തത്. അത്രത്തോളം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു സപ്പോർട്ടായി വന്ന വ്യക്തിയാണ് ഷാനവാസ്. അതേപോലെ അതിനേക്കാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനീഷ്. പറയാതെ പല കാര്യങ്ങളും പറഞ്ഞു. അനീഷിന്റെ സപ്പോർട്ടാണ് അവിടെ ഏറ്റവും മൂല്യമുള്ളതെന്ന് ഞാൻ പറയും. കാരണം അനീഷ് ആരെ കൂടെ നിൽക്കാത്തൊരു വ്യക്തിയാണ്. എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. വളരെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് ഫസ്റ്റ് ടൈം തൊട്ട്. അങ്ങനെയുള്ള അനീഷ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അനീഷിനത് ബോധ്യപ്പെട്ടു. ഇപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങിയ പലരും പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് മറ്റെന്തോ സംഭവിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ അതിനകത്തുള്ള ഒരു വ്യക്തിയെ അവളെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ, അതും ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത ആരെ കൂടെ നിൽക്കാത്ത നിഷ്പക്ഷനായി നിൽക്കുന്ന അനീഷ് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ? അവിടെ ഇല്ലേ, അവിടെ ഉണ്ടാ മാറ്റം. അപ്പൊ അത് മനസ്സിലാകാതെ ഷാനവാസ് പോയി ഇരുന്ന് ജിസേലിന്റെ അടുത്ത് ഈ പരാതി പറയുന്നത് കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. ഷാനവാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത്. ആ ഗെയിമിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നതും അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അവിടെ 70ഓളം ക്യാമറകളിൽ കൂടെ ഞങ്ങളാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങളാണ് മാർക്കിടേണ്ടത്. താങ്ക്സ് പറയേണ്ടത് ഞങ്ങളാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ സമൂഹത്തിലുള്ള നമ്മളാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. അല്ലാതെ അവിടെയുള്ള അനുമോളല്ല. അനുമോൾക്ക് അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ല. അപ്പം നിങ്ങൾ അവിടെ നിന്ന് എന്തോ പ്രതീക്ഷിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു വിഷയം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വിഷയം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂമില്ല. നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. അത് കിട്ടുകയാണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബോണസാണ്, അത് ലക്കാണ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതിന് പകരം ഷാനവാസ് പോയി ജിസേലിൻ്റെ അടുത്ത് ഓരോ കാര്യകാരണ സഹിതം ഇരുന്നു കൊണ്ട് തകർക്കുന്നു. ആൻഡ് ജിഷേൽ വാസ് തിങ്കിങ്, ഓക്കെ ഞാൻ ഭയങ്കര സംഭവമായി എന്ന്. മോഹൻലാലാണ് ഇതിന് കാരണക്കാരൻ. പക്ഷെ അത് മോഹൻലാലിൻ്റെ ടാക്ടിക്സ് ആണ്. ആസ് ഒരു എന്താ പറയണേ, പുള്ളിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവിടെ ഗെയിം ഉണ്ടാവുള്ളൂ. ആ ഗെയിമിൽ കൂടെയാണ് അത് പോകേണ്ടത്. അതാണ് കണ്ടന്റ് എന്ന് പറയുക. ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസിനെ സപ്പോർട്ടീവായി നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. അത് കറക്റ്റാണ്. എനിക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഒന്നുമില്ല. അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ജിഷേലിനെ പുകഴ്ത്തി പറഞ്ഞാൽ മാത്രമേ ജിഷേലിന് തോന്നുള്ളൂ താനെന്തോ സംഭവമാണെന്ന്. ദെൻ എന്ത് ചെയ്യും? അതിനെ റിലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ അവൾ അങ്ങോട്ട് ആക്രമിക്കും. താൻ സേഫ് ആണെന്നൊരു തോന്നൽ ജിസേലിന് ഉണ്ടാകും. അതിൽ കൂടെ ബാക്കിയുള്ളവർ ആക്രമിക്കും. അതിൽ കൂടെ ബാക്കിയുള്ളവർ എടുത്തിട്ട് ഉടുക്കും അവളെ. ഇത് പൊതുസമൂഹം കാണും. അത്ര തന്നെയാണ് അവരുടെ ഇന്റൻഷൻ. അതിനകത്ത് അവർ സക്സസ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഷാനവാസ് ഒറ്റയ്ക്കൊരു റൂമിൽ അടയ്ക്കപ്പെട്ടിരുന്നു മറ്റേ റണ ഫാത്തിമയ്ക്കൊക്കെ. അപ്പോഴേ ഈ സൗണ്ട് മാത്രമേ അവന് കേട്ടുന്നുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല വിഷ്വൽ കാണുന്നുണ്ടായിരുന്നു ടി വിയിൽ കൂടെ. അല്ലാതെ നേരിട്ടൊരു അനുഭവം അയാൾക്കില്ല. അപ്പം അയാളുടെ ചിന്തയിൽ എന്താണ്, ഇനിയിപ്പോൾ ഇവിടെ നല്ലതായിട്ട് നിൽക്കുന്ന അക്ബറും ജിസേലുമാണ്. കാരണം കൂടുതൽ ബൂസ്റ്റ് ചെയ്തത് അവർ രണ്ടുപേരാണ്, മോഹൻലാൽ. അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ. ഞാൻ അവരെ ഒട്ടി നിന്നാലേ പറ്റൂ എന്ന് ചിന്തിക്കുന്നിടത്ത് ഷാനവാസ് എന്ന ഗെയിമറുടെ ഈ നിലയെ വട്ടപൂജ്യത്തിലേക്ക് പോവുകയാണ്. അവിടെ എനിക്കാണ് പ്രിയോറിറ്റി. എപ്പോഴും ഏതൊരു വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. നിന്നെ നീ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ലോകത്താരും നിന്നെ റെസ്പെക്ട് ചെയ്യില്ല. നിന്നെ നീ സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ ലോകത്താരും സ്നേഹിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളോടാണ് ആദ്യം സ്നേഹം വരേണ്ടത്, നാട്ടുകാരുടെ അടുത്തല്ല. നിങ്ങൾക്ക് നിങ്ങളെ ആദ്യം സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെയും നിങ്ങളെ സ്നേഹിക്കാതെയും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടത്തില്ല. ആദ്യം നിങ്ങൾക്കാണ് ആദ്യം വേണ്ടത്.
അതില്ലാതെ പോയി ഷാനവാസ് ഫ്ലോപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഒരു ദുരന്തം വേറെ ഇല്ലെന്ന് അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഔട്ട്സൈഡിൽ നിന്ന് വന്ന കുറേ പേര് ഇക്കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോലും അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ സക്സസ് ആവുമെന്നാണ്. ക്ലെവർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ക്ലെവർനെസ്, അതില്ല അവിടെ ആർക്കും. ആക്ച്വലി അനീഷിനെ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അനീഷ് സത്യത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. കാരണം അയാൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണെന്ന് ഇവർ പറയാതെ പറയുകയാണ് അതിൽ കൂടെ. അതുമാത്രമല്ല, അയാൾക്ക് അങ്ങനെ ഒരു നോമിനേഷൻ പവർ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പാരയാകും എന്നും കൂടെയാണല്ലോ ആ ഒരു കാര്യം കൊണ്ട് അവർ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഈ നോമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശത്രുത അവിടെ ഉണ്ടാവുക. ആരെ നോമിനേറ്റ് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ ശത്രുത കൂടുതലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അനീഷിന് വരും ദിവസങ്ങളിൽ ശത്രുക്കൾ ഉണ്ടാവില്ല. അതാണ് അനീഷ് അവിടെ സേഫായി എന്ന് പറയുന്നത്. അനീഷ് സേഫിലാണ് ഇപ്പോൾ. അനീഷിന് ശത്രുക്കളില്ല. ഒരാൾ പോലും അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നില്ല. നോമിനേഷൻ ഫ്രീ ആകാനാണ് അനീഷിന് ചാൻസ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനീഷിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ പോലും നമുക്ക് അയാൾ ആരെയും ശത്രുക്കളായിട്ട് അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക്, അതായത് ജനങ്ങളുടെ മനസ്സിൽ അയാളൊരു ഭാവത്താനാ. വോട്ട് എന്തായാലും അയാൾക്കേ കിട്ടുള്ളൂ, സപ്പോർട്ടിങ് വോട്ട് അയാൾക്കേ കിട്ടുള്ളൂ. അതാണ് അനീഷിനെ പോലുള്ള ക്ലെവറായ ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഉൾക്കൊള്ളുകയും താങ്ക്സ് പറയുകയും ചെയ്തത്. ഷാനവാസിനെ പുറത്താക്കിയപ്പോൾ ഷാനവാസ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ശരിയാണ് കേട്ടോ, ഇങ്ങനെ ഫേസ് ചെയ്ത് ഇങ്ങേരിട്ട് പൊരിക്കുന്നത് കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റുന്നില്ല, അത് വലിയ കാര്യമാണെന്ന് അയാൾക്ക് ഇന്നലെയാണ് ബോധ്യപ്പെടുന്നത്. അതായത് ഈ ട്യൂബ്ലൈറ്റ് മെമ്മറിയാണ്, പയ്യെ കത്തുള്ളൂ, അതാണ് പ്രശ്നം. മറ്റവരൊക്കെ ഷാർപ്പാണ്, തോടുന്നതിന് മുമ്പേ കത്തി കാളുന്നു. അതാണ് അവിടുത്തെ വ്യത്യാസങ്ങൾ. കാലത്തെ വഴക്കൊക്കെ വേറെ മാറ്ററാണ്, അത് നമുക്ക് പിന്നീട് പറയാം. ഒത്തിരി വഴക്കുകളുണ്ട്. ചിലപ്പോൾ അതിപ്പോൾ എപ്പിസോഡിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് തീർക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. നല്ല ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, കാലത്ത് മുതലേ ഫൈറ്റാണ്. ഉറക്കം എഴുന്നേൽക്കുമ്പോഴേ ഇതുങ്ങൾ അടിയും കൂടിക്കൊണ്ടാണ് ഉള്ളത്. അതിൽ റിന ഫാത്തിമയുടെ കാര്യമുണ്ട്, അത് വളരെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, എവിടെ പോയി നിൽക്കുമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഷാനവാസിൻ്റെ ഈ മാറ്റം വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, അനുവിന് ഇനി അവിടെ ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി അനുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി സപ്പോർട്ട് ഗ്രൂപ്പിൽ നിന്ന് മാറിക്കൊണ്ട് ശത്രുപക്ഷത്ത് പോയി നിന്നുകൊണ്ട് അവരെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. എപ്പോഴും നമ്മളൊരു വ്യക്തിയെ എതിർക്കുകയാണെങ്കിൽ തനിച്ച് നിന്ന് എതിർക്കണം. നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തനിച്ച് പറയുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ശത്രുവിൻ്റെ ശത്രു മിത്രമാകരുത്, ഒരിക്കലും ആകില്ല. ഒൻസ് നിങ്ങൾ അവരെ ശത്രുവാക്കി വെച്ചതാണ്. ആ പക്ഷത്തേക്ക് നിങ്ങൾ പോയി ചേരുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ അവിടെ ഡൗൺ ആകും. നിങ്ങൾ സീറോയിലേക്ക് പോകും. അത്ര പോലും കോമൺ സെൻസ് ഇല്ലാതെ എന്തിനാണ് ഈ താഴ്ചയിലേക്ക് പോയി ചാടിയെന്നുള്ളത്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഷാനവാസ്, പക്ഷെ കൺഫ്യൂസ്ഡ് ആണ്. ആർക്കൊപ്പം നിൽക്കണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതൊരു കൺഫ്യൂഷനിലാണ് പുള്ളിയുള്ളത്. ആ കൺഫ്യൂഷൻ ആ പുള്ളിയുടെ ഫ്യൂച്ചർ നശിപ്പിക്കും. കുറേ അധികം ദിവസം നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു പാർട്ടിസിപ്പൻ്റാണ്, പക്ഷേ ഈ ഒരു നീക്കം കൊണ്ട് അയാളുടെ ക്രെഡിബിലിറ്റിയാണ് നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എസ്പെഷ്യലി അയാൾ വേറെ ആരോടിരുന്ന് കംപ്ലയിൻറ്റ് ചെയ്താലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ സ്ക്രീൻ സ്പേസിനായിരിക്കാം ജിഷേലിൻ്റെ അടുത്ത് ഒന്ന് പറയണത്. അവിടെയാണ് തെറ്റിദ്ധാരണ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ആപ്റ്റാണോ, അതിൽ ഡെപ്ത് ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ക്യാമറ കോൺസെൻട്രേറ്റ് ചെയ്യും, നിങ്ങൾക്ക് പറയാനുള്ള ജനങ്ങളിലേക്ക് എത്തുക ചെയ്യും. അതിൽ ജിസേലിനെ യൂസ് ചെയ്യേണ്ടായിരുന്നു. നെവീനോടോ വേറെ ആരോട് പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രോബ്ലം ഇല്ലായിരുന്നു. ജിസേൽ എന്ന വ്യക്തിയോട് നിങ്ങൾ പോയിരുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി ഈ ഷാനവാസ് ഫാൻസൊക്കെ പറയാൻ ചാൻസ് ഉള്ളത് നമ്മളോട് പറയുന്നത് ജിസേലിനോട് പറയണത് പോലെ പറഞ്ഞു. നമ്മളോട് പറയാൻ ക്യാമറയിൽ ഇരിക്കാൻ കിട്ടാനായിട്ട് വേറെ എത്രയോ പേരവിടെയുണ്ട്. ആരോടെങ്കിലും വന്നാൽ പോലും മസ്താനിയോട് പറഞ്ഞാൽ മതിയാവുമല്ലോ. ഇനി അല്ലെങ്കിൽ വേറെ എത്രയോ പേരുണ്ട് അവിടെ. ആരോട് പറഞ്ഞാലും ജിസേലിനോട് പോയി പറയരുതായിരുന്നു. കാരണം ആ സ്ത്രീ അത്രയും കുശാഗ്ര ബുദ്ധിയും കുടില ബുദ്ധിയുമുള്ള ഒരു വൃത്തികെട്ട സാധനമാണ്. അവളുടെ കുടിലത്വം, കുറുക്കൻ്റെ ബുദ്ധിയാണ് ആ പെണ്ണിന്. അത്രത്തോളം ക്രിമിനലായിട്ടാണ് ആ പെണ്ണ് അവിടെ ആക്ടിവിറ്റി ചെയ്യുന്നത്. ഏത് നേരവും കംപ്ലൈൻറ്റ്, അനുവിനെ ടാർഗറ്റ് ചെയ്യുക. എങ്ങനെ വന്നാലും ദ പോയിന്റ് വിൽ കം ടു അനു ഓൺലി. അതാണ് ഏറ്റവും വലിയ ക്രൈം എന്ന് ഞാൻ പറയുന്നത്. ഒരു വ്യക്തിയെ താറടിക്കുക, തനിക്ക് ഇവൾ പാരയാകുമെന്ന് തോന്നുമ്പോൾ ആ വ്യക്തിയെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ താറടിക്കുകയാണ് അവൾ ചെയ്യുന്നത്. ഒരു പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന ജിസേലിൻ്റെ ആ ക്ലവർനെസ്, ആ ഒരു സംഗതിയിലേക്ക് ഇയാൾ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ചു
കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ മോശപ്പെട്ട ഒരു പരിപാടിയായിപ്പോയി. വളരെ ലെങ്തി ആയിട്ട് തന്നെ ഇവരുടെ സംഭാഷണം കാണിക്കുന്നുണ്ട് ലൈവ് സെക്ഷനിൽ. മേ ബി അതിൻ്റെ ഷോർട്ട് ഫോംസ് ചിലപ്പം എപ്പിസോഡിൽ വരുമായിരിക്കാം, നമുക്കത് കേൾക്കാം. ഞാനത് കേട്ടപ്പോൾ സത്യം കുറേ പ്രാവശ്യം കേൾക്കണ്ടെന്ന് തോന്നി, ഇറിറ്റേറ്റിംഗ് ആയി. നമുക്ക് സ്വന്തം ഒരു ബ്രദറിൻ്റെ കൺസേൺ ആയിരുന്നു എനിക്ക് ഷാനവാസിനോട്, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ ആ ക്യാരക്ടർ തന്നെ നശിപ്പിക്കപ്പെടുന്നു എന്നാണ്. പുള്ളി ഒരു കൺഫ്യൂഷനിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു കൺഫ്യൂഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് പുള്ളി ഇത് പർപ്പസ്ലി ചെയ്യുകയാണെങ്കിൽ മോശപ്പെട്ട ഒരു അറ്റംപ്റ്റ് ആയിപ്പോയി, തെറ്റായിപ്പോയി എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച്.